അവരുടെ സഹോദരിയായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരേറെ പ്രയാസപ്പെട്ട് 4 ദിവസം ഇവിടെ കഴിഞ്ഞു കൂടിയ കഥകളാണ് പറഞ്ഞത്. അതെ, ചെറിയ 2 കുട്ടികളുണ്ട്. അവരുടെ സഹോദരി തന്നെയാണ് ഒപ്പം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നുള്ളൊരു വിവരവും അറിയാൻ സാധിച്ചു. പിന്നെ ഇവിടെ നടത്തിയ ട്രീറ്റ്മെന്റിനെ കുറിച്ചും കാര്യങ്ങൾ കുറച്ച് പ്രയാസമായ രീതിയിൽ തന്നെയാണ് അവരത് എന്നോട് പങ്കുവച്ചത്. അതെ, ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് ചില രീതിയിലുള്ള ഒട്ടനവധി പ്രയാസങ്ങൾ നേരിടേണ്ടതായിട്ട് അവരുടെ ഭാഗത്തുനിന്ന് സംസാരത്തിൽ നിന്ന് നമുക്ക് ബോധ്യമായ കാര്യമാണ്. പട്ടാമ്പി താലൂക്ക് ഹോസ്പിറ്റലിൽ പ്രസവത്തിന് അഡ്മിറ്റ് ചെയ്ത തൃത്താല മേഴത്തൂരിലെ പാവപ്പെട്ട ഒരു സ്ത്രീ, ഗർഭിണിയായിട്ടുള്ള സ്ത്രീ ഇവിടെ വന്ന് 16-ാം തീയതി അഡ്മിറ്റ് ചെയ്ത് 20-ാം തീയതി വരെ ഇവിടെ വെച്ച് അവർ പെയിൻ വന്ന് പ്രസവവേദന വന്നിട്ടാണ് അവർ പട്ടാമ്പി ഹോസ്പിറ്റലിൽ എത്തിയിട്ടുള്ളത്. ആ പ്രസവവേദന വന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് ഇവിടെ അനസ്തേഷ്യ ഡോക്ടറുടെ സൗകര്യം വേണം. പ്രസവം പെയിൻ വന്ന സ്ഥിതിക്ക് അവർ 4 ദിവസമായിട്ടും പ്രസവം എടുക്കാതെ വേണ്ടി വന്നാൽ സിസേറിയൻ ചെയ്ത് പൂർണ്ണ ഗർഭിണിയായി പൂർണ്ണ സമയമായിട്ട് പോലും തികഞ്ഞ അനാസ്ഥയാണ് പട്ടാമ്പി താലൂക്ക് ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടുള്ളത്. ശരിക്കു പറഞ്ഞാൽ ആ ഗർഭിണിയായ സ്ത്രീ കൊലപാതകമാണ് നടത്തിയിട്ടുള്ളത് എന്ന് ആണ് ഇവിടുത്തെ അവരുടെ കുടുംബങ്ങളും വിശ്വസിക്കുന്നത്. വളരെ കെടുകാര്യസ്ഥതയാണ് പട്ടാമ്പി താലൂക്ക് ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടുള്ളത്. കേരളത്തിലെ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണ് എന്ന് ജനങ്ങൾ പറയുന്നത് ഇതുകൊണ്ടാണ്. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. കേരളത്തിലെ പാവപ്പെട്ടവർ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജുകളിലും താലൂക്ക് ഹോസ്പിറ്റലുകളിലും പാവപ്പെട്ട രോഗികൾ മരുന്നില്ലാതെ, സർജറിക്ക് വേണ്ട ഉപകരണങ്ങളില്ലാതെ നിരന്തരം ജീവൻ അപകടത്തിൽപ്പെടുന്ന സാഹചര്യമാണ്. ഇപ്പൊ നമ്മൾ തൊട്ടടുത്ത ദിവസം കത്തിര, ഒരു പാവപ്പെട്ട തൊഴിലുറപ്പ് സ്ത്രീയുടെ വയറ്റിൽ കത്തിര വെച്ച് 4 കൊല്ലമാണ് വേദന അനുഭവിച്ച് ആ സ്ത്രീ കഷ്ടപ്പെട്ട് നടന്നത്. അതിനെപ്പോലും ലാഘവതയോട് കൂടിയിട്ടാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ അതിനുവേണ്ടി പറഞ്ഞത്. ഇതാർക്കും സംഭവിക്കാം, ഇന്ന് ഞാൻ നാളെ നീ എന്നുള്ളതാണ്. അപ്പൊ 8-ലെ പശു പോലെ നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന പാവപ്പെട്ട രോഗികൾ ആശ്രയിക്കുന്ന താലൂക്ക് ഹോസ്പിറ്റലിൽ ഇവിടെ അറവുമാടുകളെ കൈകാര്യം ചെയ്യുന്ന ലാഘവത്തോടു കൂടി സൗജന്യമാണ് നിങ്ങൾക്ക് തരുന്ന ചികിത്സ എന്നുള്ള രീതിയിൽ രോഗികളോട് പരുഷമായി പുച്ഛമായി പെരുമാറുന്ന ഒരു സമ്പ്രദായം, ഒരു മേലാള സമ്പ്രദായം ഇപ്പോഴും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിൽക്കുന്നു. മരുന്നില്ല, സർജറിക്ക് വേണ്ട സാമഗ്രികളില്ല എന്ന് പറഞ്ഞ തിരുവനന്തപുരത്തെ നമ്മുടെ കേരളത്തിലെ മെഡിക്കൽ കോളേജിലെ ഹാരിസ് എന്ന ഡോക്ടറെ തേജോവധം ചെയ്യാനാണ് കേരളത്തിലെ ഭരണകൂടവും മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും അയാളുടെ വീടും ഓഫീസും തീവ്രവാദികളുടെ ഓഫീസിൽ റെയ്ഡ് ചെയ്യുന്ന പോലെയാണ് ചെയ്തത്. ഈ തെറ്റ് വിളിച്ചു ചൂടുന്നവരെ പോരായ്മ നികത്തണം എന്ന് പറഞ്ഞ് സാധാരണക്കാരുടെ പക്ഷത്ത് നിൽക്കുന്ന ആരോഗ്യ മേഖലയിലെ പ്രവർത്തകരെ പോലും താറടിച്ചുകൊണ്ട് ചികിത്സാ സമ്പ്രദായത്തിന്റെ പോരായ്മകൾ പരിഹരിക്കുന്നതിന് പകരം കഴിവുകെട്ട ഒരു മന്ത്രിയും കഴിവുകെട്ട ഒരു ആരോഗ്യ മേഖലയും മെഡിക്കൽ പർച്ചേസിൽ കിട്ടുന്ന, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കിട്ടുന്ന മരുന്ന് കമ്പനികളുടെ ലാഭം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നടത്തുന്ന ഈ ആരോഗ്യരംഗം വള്ളാരെയാണ്. ഇത് ചെറുക്കപ്പെടേണ്ടതാണ്. സാധാരണക്കാർക്ക് കിട്ടേണ്ട ചികിത്സ കിട്ടാതെ ഇത്തരത്തിൽ രോഗികൾ മരിക്കുമ്പോൾ, ഇന്ന് പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ഇന്നലെ ഇവിടെ വെച്ച് മരണം സംഭവിച്ച് ആ പോസ്റ്റ്മോർട്ടത്തിൽ കൊണ്ടുപോകുന്ന കാര്യത്തിൽ പോലും 45 മിനിറ്റായി മരണം സംഭവിച്ചിട്ട് എന്നാണ് ഇവിടുന്ന് സ്വകാര്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവിടുന്ന് കിട്ടിയ റിപ്പോർട്ട്. ഇനി ഈ റിപ്പോർട്ടുകളൊക്കെ തേച്ചു മാച്ച് കളയുന്നുണ്ടാവും. ഈ പട്ടാമ്പി താലൂക്ക് ഹോസ്പിറ്റലിൽ ഈ രോഗിയെ, ഈ ഗർഭിണിയെ അഡ്മിറ്റ് ചെയ്ത ആ ഡോക്ടർക്കെതിരെയും ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ചികിത്സ നടത്തിയവർക്കെതിരെ ശക്തമായ നടപടിയാണ് ഐക്യജനാധിപത്യ UDF ആവശ്യപ്പെടുന്നത്. റിപ്പോർട്ടിൽ കൃത്രിമം നടത്തി ഡോക്ടറെയും ചികിത്സയും രക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിനെ ശക്തമായ പ്രക്ഷോഭങ്ങളുമായി വരും ദിവസങ്ങളിൽ ഐക്യജനാധിപത്യ കോൺഗ്രസും ഉണ്ടാവും എന്നാണ് ആ കാര്യത്തിൽ പറയുന്നത്. പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുക്കാസ് ടവർ, റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ്, പട്ടാമ്പി.